ക്വസ്റ്റ്യൻ നമ്പർ 19. പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? 2 balls are selected at random 1 by 1 without replacement from a bag containing 4 white and 6 black balls. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്. ഈ ബാഗിൽ 4 white balls ഉണ്ട്, അതുപോലെ തന്നെ 6 black balls ഉണ്ട് അല്ലേ. ഈ ബാഗിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? 2 ബോൾസ് എടുക്കുന്നു. പക്ഷെ എങ്ങനെയാണ് എടുക്കുന്നത്? 1 by 1 ആയിട്ട് അല്ലേ. ആദ്യം ഒരു ബോൾ എടുക്കുന്നു, അതിനുശേഷം വീണ്ടും ഒരു ബോൾ എടുക്കുന്നു. വിതൗട്ട് റീപ്ലേസ്മെന്റ് ആണ്. അതായത് ആദ്യം എടുത്ത ബോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? വീണ്ടും റീപ്ലേസ് ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി ആയിരിക്കും വരിക. എന്നിട്ട് എന്ത് പറഞ്ഞിരിക്കുന്നു? ഇഫ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഫസ്റ്റ് സെലക്ടഡ് ബോൾ ഈസ് ബ്ലാക്ക്, ആദ്യം നമ്മൾ എടുത്ത ബോൾ ഒരു ബ്ലാക്ക് ബോൾ ആകാനുള്ള പ്രോബബിലിറ്റി. പക്ഷെ ഗിവൺ ദാറ്റ് എന്ത് പറഞ്ഞിട്ടുണ്ട്? എന്ത് ഓൾറെഡി നടന്നു കഴിഞ്ഞു? സെക്കൻഡ് സെലക്ടഡ് ബോൾ ഈസ് ബ്ലാക്ക്. അപ്പോൾ നമുക്ക് ആദ്യം എടുത്ത ബോൾ ബ്ലാക്ക് ആകാനുള്ള പ്രോബബിലിറ്റി. പക്ഷെ ഗിവൺ എന്താ? ഗിവൺ കണ്ടീഷൻ തന്നിരിക്കുന്നത് സെക്കൻഡ് എടുത്ത ബോളും ബ്ലാക്ക് തന്നെയായി. ആ പ്രോബബിലിറ്റി m/n ആണ്. അങ്ങനെയാണെങ്കിൽ m+n ആണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയാണല്ലോ? ഓക്കെ. അപ്പൊ നോക്കിയേ മക്കളെ, നമുക്കിവിടെ ശരിക്കും കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ബോൾ അല്ലെ, അത് ബ്ലാക്ക് ആകണം. അതിന്റെ പ്രോബബിലിറ്റി അല്ലേ വേണ്ടത്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ബ്ലാക്ക്. പക്ഷെ ഗിവൺ കണ്ടീഷൻ ഉണ്ട്. എന്താ? സെക്കൻഡ് ഈസ് ഓൾസോ ബ്ലാക്ക്. സെക്കൻഡ് ബ്ലാക്ക്. അപ്പൊ ഈ പ്രോബബിലിറ്റി ആണ് m/n ആയിട്ട് അവർ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പ്രോബബിലിറ്റി അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണോ? ഇത് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്നുള്ള ഫോം അല്ലേ. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ആണെങ്കിൽ നിങ്ങൾക്കതിനെ എങ്ങനെ എഴുതാൻ പറ്റുക? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി എന്നല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതാ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, അതായത് എ ആൻഡ് ബി. അപ്പൊ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ബോള് ബ്ലാക്ക് ആൻഡ് സെക്കൻഡ് ബ്ലാക്ക്, ശരിയല്ലേ? ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി അല്ലേ. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ സെക്കൻഡ് ബ്ലാക്ക്. കണ്ടോ? ഈ പ്രോബബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കത് എഴുതി നോക്കിയാലോ. ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ബ്ലാക്ക് ആൻഡ് സെക്കൻഡ് ബ്ലാക്ക്. അപ്പൊ നോക്കി, ആദ്യം എടുക്കുന്ന ബോൾ ബ്ലാക്ക് ആകാനുള്ള പ്രോബബിലിറ്റി പറഞ്ഞു തന്നെ. നമ്മുടെ ബാഗിനകത്ത് മൊത്തം എത്ര ബ്ലാക്ക് ബോൾസ് ഉണ്ട്? 6 ബ്ലാക്ക് ബോൾസ് ഉണ്ട് അല്ലെ. ഡിവൈഡഡ് ബൈ ടോട്ടലോ 10. അപ്പൊ 6/10 അല്ലേ ആദ്യം ഒരു ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി. വീണ്ടും നമ്മളൊരു ബ്ലാക്ക് ബോൾ എടുക്കുന്നു. പക്ഷെ ഇനി ബ്ലാക്ക് ബോളിന്റെ എണ്ണം എത്രയേ ഉള്ളൂ? 5 എണ്ണമേ ഉള്ളൂ. കാരണം ആദ്യം എടുത്ത ബോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? റീപ്ലേസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇനി രണ്ടാമത് എടുക്കുമ്പോൾ മൊത്തം 5 ബ്ലാക്ക് ബോൾസേ ഉള്ളൂ. ഡിവൈഡഡ് ബൈ ടോട്ടൽ 9 ഉള്ളൂ. കാരണം ഒരു ബോൾ ഓൾറെഡി നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്, അത് തിരിച്ചു വെച്ചിട്ടില്ല. ശരിയാണോ മക്കളെ? അല്ലെ. ഡിവൈഡഡ് ബൈ, ഇനി ഡിനോമിനേറ്റർ നോക്കി. ഡിനോമിനേറ്ററിൽ എന്താ? പ്രോബബിലിറ്റി ഓഫ് സെക്കൻഡ് ബോൾ ഈസ് ബ്ലാക്ക്. പക്ഷെ രണ്ടാമത്തെ ബോൾ ബ്ലാക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ ബോൾ ബ്ലാക്ക് ആയിട്ട് രണ്ടാമത്തെ ബ്ലാക്ക് കിട്ടാം. അതല്ലെങ്കിൽ ആദ്യത്തെ ബോൾ വൈറ്റ് ആയിട്ട് കിട്ടിയിട്ട് രണ്ടാമത് ബ്ലാക്ക് കിട്ടാം. ശരിയല്ലേ? അല്ലെ. അപ്പൊ നോക്കി, ആദ്യത്തെ ബോൾ ബ്ലാക്ക് കിട്ടിയിട്ട് രണ്ടാമത്തെ ബോൾ ബ്ലാക്ക് വരാം. അത് തന്നെയാണ് നമ്മൾ ന്യൂമറേറ്റർ എഴുതി വെച്ചിരിക്കുന്നത്. 6/10 ആദ്യം ഒരു ബ്ലാക്ക് കിട്ടുക, വീണ്ടും ഒരു ബ്ലാക്ക് കിട്ടുക അല്ലെ. അത് 5/9. അല്ലെങ്കിൽ ഓർ പ്ലസ് ഇട്ടിട്ട് ആദ്യം ഒരു വൈറ്റ് കിട്ടിയിട്ട് രണ്ടാമത് ബ്ലാക്ക് കിട്ടാം. ആദ്യം വൈറ്റ് കിട്ടുക. മൊത്തം എത്ര വൈറ്റ് ബോൾസ് ഉണ്ട്? 4 വൈറ്റ് ബോൾസ് ഉണ്ട്. ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാ? 10. ഇതല്ലേ ആദ്യം ഒരു വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി. എന്നിട്ട് രണ്ടാമത് ബ്ലാക്ക് കിട്ടണം. നോക്കി, ഒരു വൈറ്റ് ബോൾ നമ്മൾ എടുത്ത് മാറ്റി, അത് തിരിച്ചു വെച്ചിട്ടില്ല. എന്നാലും ഇപ്പോഴും ആ ബോക്സിനകത്ത് 6 ബ്ലാക്ക് ബോൾസ് ഉണ്ട്. അതിൽ നിന്നാണ് ഞാൻ ഒരു ബ്ലാക്ക് ബോൾ എടുക്കേണ്ടത് അല്ലെ. അപ്പൊ 6 ഡിവൈഡഡ് ബൈ, പക്ഷെ ടോട്ടൽ എത്രയാ? 9 ഉള്ളൂ. ഒരു ബോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. ക്ലിയർ ആയ ഐഡിയ? അപ്പൊ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5/9 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ m എന്ന് പറയുന്നത് 5 ആണ്, n എന്ന് പറയുന്നത് 9 ആണ്. കണ്ടുപിടിക്കേണ്ടത് m+n ആണല്ലോ. m+n എന്ന് പറയുന്നത് 5 + 9 = 14 എന്നല്ലേ വരിക അല്ലെ. 14 വന്നിരിക്കുന്നത് ഓപ്ഷൻ 1 ആണ്. സോ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ.